മനുഷ്യന്റെ ജീവിതത്തിൻ്റെ, ഈ ലോകത്തുള്ള ജീവിതത്തിൻ്റെ അവസാന ഒരു ഘട്ടം സാധാരണ നിലയിൽ എത്തിപ്പെടുന്നത് വാർദ്ധക്യമാണല്ലോ. ആ വാർദ്ധക്യകാലത്ത് ആളുകൾ എന്തെല്ലാം ചെയ്യണം എന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ മറന്നു പോകുന്ന ഒരു സംഗതി മാനസികവും ആത്മീയവുമായ കാര്യങ്ങളാണ്. അവർക്ക് കിടക്കാൻ റൂമുണ്ടാക്കും, അതിൽ ബെഡുണ്ടാക്കും, അവർക്ക് ഭക്ഷണം ലഭ്യമാക്കും, അവർക്ക് ശുശ്രൂഷിക്കാൻ ആളുകളെ ഏർപ്പെടുത്തും, ചികിത്സിക്കാൻ ഡോക്ടർമാരെ ഏർപ്പെടുത്തും, ഒക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെയും അപ്പുറത്തുള്ള ഒരു കാര്യമുണ്ട്. അതാണ് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ മക്കളും തൻ്റെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്നതാണ്. അപ്പം നമ്മളൊക്കെ തിരക്കിലായി, അസൗകര്യങ്ങളായ ആളുകൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോളൂ. പക്ഷേ അത്ര അസൗകര്യമില്ലാത്ത ആളുകൾക്ക് ഈ മാതാവിനെയും പിതാവിനെയും കൂടെ നിർത്തിക്കൂടെ? അല്ലെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ജീവിച്ചുകൂടെ? നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പൊ എല്ലാ മക്കളും വിദേശത്തായി വിചാരിക്കുക, ഒരു വാപ്പയുടെ ഉമ്മയുടെ. ആ മക്കൾക്ക് ഈ വാപ്പയും ഉമ്മയും അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. എന്നാൽ കൊല്ലം അവരിങ്ങോട്ട് വരേണ്ടതുമില്ല. അതും മാറി മാറി താമസിപ്പിക്കാമല്ലോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തങ്ങളുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നതിനൊരു ക്രമമുണ്ടാക്കാമല്ലോ. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നൽകുന്ന എല്ലാം അവർക്ക് ലഭിച്ചാൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദന നിലനിൽക്കും എന്ന്